നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലം ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ട്രാക്കിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഡോക്ടർ ജോസ് ചാഴികാട്ട്, അഡ്വക്കേറ്റ് KT തോമസ് എന്നിവർ ധർണ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷന്റെയും കൊടക് ലൈഫ് ഇന്ത്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡിംഗ് 24, 25, 26 തീയതികളിൽ വൈബ് മൂന്നാർ റിസോർട്ടിൽ നടക്കും. 7000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓപ്പൺ ലോൺ ഏരിയയും 300 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇളന്തേശം ബ്ലോക്ക് തല പേരന്റ് ക്ലിനിക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് ഹാളിൽ നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. ചങ്ങാതിക്കൂട്ടം സൗഹൃദ കൂട്ടായ്മ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 25-ന് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഹൃദയസ്പർശം മീറ്റപ്പ് 2024 സംഘടിപ്പിക്കും. MLA PJ ജോസഫ് പൊതുയോഗത്തിന്റെയും തൊടുപുഴ SHO മഹേഷ് കുമാർ രക്തദാനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലം ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ട്രാക്കിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഡോക്ടർ ജോസ് ചാഴികാട്ട്, അഡ്വക്കേറ്റ് KT തോമസ് എന്നിവർ ധർണ ഉദ്ഘാടനം ചെയ്തു. പാലം ഗതാഗത യോഗ്യമാക്കിയാൽ KSRTC റോഡിലെ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. 2017 മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലത്തിന്റെ പണി പൂർത്തിയായതാണ്. തുടർന്ന് അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു. ഇതിനായി 10 കോടി രൂപയാണ് അനുവദിച്ചത്. അതിനുശേഷം മാരിയിൽ കലുങ്ക് ഭാഗത്തു നിന്നുള്ള റോഡ് നിർമ്മിക്കാൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.80 കോടി രൂപ അനുവദിച്ചു. പണികൾ ആരംഭിക്കുകയും ചെയ്തതാണ്. എന്നാൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പാലം പണിയുന്നതിന് 5.30 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇതിൽ മിച്ചമിരിക്കുന്ന 90 ലക്ഷം രൂപ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതിനായി ഭരണാനുമതി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പാലത്തിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് നടത്തിയ ധർണ ഡോക്ടർ ജോസ് ചാഴികാട്ട്, അഡ്വക്കേറ്റ് KT തോമസ് എന്നിവർ ഫ്ളാഗ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമയമായിരുന്നു നമ്മൾ സമരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ഒരു സമരം ഒരു കാര്യത്തിലും വിജയിക്കില്ല. സമരം പേപ്പറിൽ വിജയിക്കും, പക്ഷേ റിസൾട്ട് ഒന്നും വരത്തില്ല. നമ്മളെല്ലാം നമുക്ക് അനുഭവത്തിലാണ് എന്തുമാത്രം സമരം നമ്മുടെ നാട്ടിൽ നടന്നു. പക്ഷെ നമ്മുടെ ഈ പ്രസൻസ് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ ഇതൊരു ഒരു ഒരു നമ്മളൊരു ചലനം സൃഷ്ടിച്ചാൽ അതില് നമുക്ക് അഭിമാനിക്കാം. അപ്പൊ ഈ ഒരു സംരംഭം, നമ്മളുടെ ഈ കൂട്ടായ്മ, ഈ തൊടുപുഴ നിവാസികളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ഒരു അവസരം. ട്രാക്ക് പ്രസിഡന്റ് ശശി തെങ്ങമ്പള്ളി, സെക്രട്ടറി സെബാസ്റ്റ്യൻ മാത്യു, മുൻ പ്രസിഡന്റ് ജെയിംസ് മാളിയക്കൽ, വൈസ് പ്രസിഡന്റ് സണ്ണി തെക്കേക്കര, ജലജകുമാരി, ട്രഷറർ സാലിക്കുട്ടി ജോസ്, വാർഡ് കൗൺസിലർമാർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുരോഗമന കലാസാഹിത്യ സംഘം കല്ലൂർക്കാട് യൂണിറ്റ് രാമൻകുട്ടി മാസ്റ്റർ അനുസ്മരണം നടത്തി. ഇതോടൊപ്പം കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ ചിത്രരചന മതിലും സൃഷ്ടിച്ചു. കല്ലൂർക്കാട് ലൈബ്രറി പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ പ്രോഗ്രാമിന്റെയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സേവ്യർ പുൽപ്പാട് പൊതുസമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കല്ലൂർക്കാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമൻകുട്ടി മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ ചിത്രരചന മതിലും സൃഷ്ടിച്ചു.
ലൈബ്രറി പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ, പ്രോഗ്രാമിന്റെയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സേവ്യർ പുൽപ്പാട് പൊതുസമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതത്തിലെ കർഷകർ അനുഭവിക്കുന്ന വേദന എന്തെന്നുള്ളത് ഒരു കർഷകന്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ നേരെ മുകളിൽ ഒരു കടയിൽ ചെന്നപ്പോൾ ഇവിടെ തേങ്ങ ഇങ്ങനെ വ്യാപാരം നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, തേങ്ങയ്ക്ക് എന്താ വില എന്ന് ചോദിച്ചു. അപ്പോൾ കർഷകർ കിട്ടുന്ന 20 രൂപ. എന്നാൽ അവിടെ നിന്ന് അടുത്തുള്ള കടയാണ്. സാറേ, വയനാട്ടിലെ കരുവാരെ കൊണ്ടുള്ള തേങ്ങ കിട്ടുന്ന 15 രൂപ. ഒരു തെങ്ങിൽ കയറണമെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നു? ഒരു കരിക്ക് വാങ്ങിച്ച് നമ്മളിപ്പോൾ കരിക്ക് വാങ്ങിച്ച് കൊടുക്കാൻ 50 രൂപ കൊടുക്കുന്നു. ഒരു കർഷകന് കിട്ടുന്ന 11 രൂപ തൊട്ട് 20 രൂപയാണ്. ഞാൻ കാർഷിക മേഖല ആകെ നട്ടം തിരിയുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് ആരും ചെവി കൊടുക്കുന്നില്ല, അധികാരപ്പെട്ടവർ ചെവി കൊടുക്കുന്നില്ല. ഗാന്ധിജി പണ്ട് പറഞ്ഞു, കർഷകരാകുന്നു നമ്മുടെ നട്ടെല്ല്. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സുപ്രസിദ്ധ ചിത്രകാരൻ ടോം വട്ടക്കുഴി, CPM മുൻ ഏരിയ സെക്രട്ടറി MR പ്രഭാകരൻ, ലൈബ്രറി സെക്രട്ടറി ജോസ് ജേക്കബ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KK ജയേഷ്, T പ്രസാദ്, അജയ് വേണു പെരിങ്ങാശ്ശേരി, ജോൺസൺ ജോസഫ്, S പ്രശാന്ത്, AS സജി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. വണ്ണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷന്റെയും കൊടക് ലൈഫ് ഇന്ത്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുള്ളരിങ്ങാട് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുള്ളരിങ്ങാട് ATM കൗണ്ടർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വണ്ണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷന്റെയും കോട്ടക് ലൈഫ് ഇന്ത്യയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുള്ളരിങ്ങാട് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാളിയാറും തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ക്യാമ്പ് മുള്ളരിങ്ങാടിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. നമ്മുടെ ഇവിടെ കൂടുതൽ ആളുകൾ ഇവിടെ സഹകരിക്കുകയും ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇനിയും നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുള്ളരിങ്ങാട് ATM കൗണ്ടർ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ബാങ്ക് പൊതുജനങ്ങൾക്കായി ഈ സേവനം ഒരുക്കിയത്. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ പരിശോധന, മരുന്ന് വിതരണം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, തുടർ ചികിത്സാ സൗകര്യം, മിതമായ നിരക്കിൽ തിമിര ശസ്ത്രക്രിയാ സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു. നിരവധി പൊതുജനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി ചികിത്സ തേടിയെത്തി. വാർഡ് മെമ്പർ മായ ശിവദാസ്, ജിജോ ജോസഫ്, ബാങ്ക് മാനേജർ അജേഷ്, ബാങ്ക് ജീവനക്കാർ, ബിജു അഗസ്റ്റിൻ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മുള്ളരിങ്ങാട് പ്രദേശവാസികളുടെ വർഷങ്ങളുടെ ആവശ്യമായ ATM സൗകര്യം യാഥാർത്ഥ്യമാക്കിയ പ്രസിഡന്റ് ബിജു MA, വാർഡ് മെമ്പർമാരായ മായ ശിവദാസ്, ജിജോ ജോസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രാജീവ് ഭാസ്കർ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നിവർക്ക് പ്രത്യേക അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി അറിയിച്ചു. ഈ ഒരു പരിപാടി ഇവിടെ ഇത്രയും വിജയകരമായി സംഘടിപ്പിച്ചതിന് പഞ്ചായത്ത് ഭാരവാഹികളോടും, പ്രത്യേകിച്ച് പ്രസിഡന്റ് ചേട്ടനോടും ഉല്ലാസ് ചേട്ടനോടും മറ്റ് പഞ്ചായത്ത് ഭാരവാഹികളോടും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ക്ലസ്റ്റർ ഹെഡ് പ്രസൂൺ സാറോടും ബ്രാഞ്ച് മാനേജർ സാറോടും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്കിവിടെ വിദഗ്ധമായ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും ഒപ്റ്റീഷ്യൻ്റെയും സേവനം ലഭ്യമാണ്. ഇതുവരെ നല്ല സഹകരണമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കാഴ്ച പരിശോധന നടത്തി തിമിര ശസ്ത്രക്രിയ ആവശ്യമായവർക്ക് ആശുപത്രിയിലോട്ട് വിടുകയും അവിടെ നമുക്ക് സബ്സിഡി റേറ്റിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ സഹായത്തോടെ സർജറി നമുക്ക് അറേഞ്ച് ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്കിവിടെ കാഴ്ച പരിശോധിച്ച് കണ്ണാടി ആവശ്യമുള്ളവർക്ക് സബ്സിഡി റേറ്റിൽ കണ്ണടകളും ലഭ്യമാക്കുന്നതാണ്. ഈ നേത്രപരിശോധന ക്യാമ്പ് നടത്തുവാനുള്ള ഞങ്ങളെല്ലാവരും സഹായിച്ച എല്ലാവരോടും നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു അവർകൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജനങ്ങളെല്ലാവരും ഇവിടെ വന്നു ചേരുവാനും അവർക്ക് സൗജന്യമായ നേത്രപരിശോധന നടത്തുവാനും അവരുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും വിഷന്റെ കുറവുണ്ടെങ്കിൽ അതിന് തത്വമായ പരിഹാരം കണ്ടെത്തുന്നതിനും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പൂന്തോട്ട നിർമ്മാണം നടത്തി. വിവിധ സേവനങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗഹൃദപരമായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂന്തോട്ടം നിർമ്മിച്ചത്. അരുൺ അരുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്.
സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനുകൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പൂന്തോട്ട നിർമ്മാണം നടത്തി. വിവിധ സേവനങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്കും കുട്ടികൾക്കും സൗഹൃദപരമായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. SHO മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഹ്മിൻസ് ഗ്രൂപ്പ് 85,000 രൂപയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഈ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വരുന്ന പൊതുജനങ്ങൾക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയർ, അവർക്ക് ഭയം കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിനുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റേഷനുകളും അലങ്കരിക്കണം, അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളും മറ്റും നിർമ്മിച്ച് അലങ്കരിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ബ്രാഹ്മിൻസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ സ്പോൺസറിങ്ങിൽ വളരെ നല്ല മനോഹരമായ ഒരു ഗാർഡൻ ബ്രാഹ്മിൻസ് ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അതിന് മുൻകൈയെടുത്ത ബ്രാഹ്മിൻസ് മാനേജ്മെൻറ്റിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിലും അതുപോലെ ഞങ്ങളെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. പുൽത്തകടി, പൂച്ചെടികൾ, ആമ്പൽക്കുളം, ഉയർന്നു വീഴുന്ന വെള്ളച്ചാട്ടം തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. PRO അനിൽകുമാർ, ബ്രാഹ്മിൻസ് മാനേജർ അനൂപ് കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡിംഗ് 24, 25, 26 തീയതികളിൽ വൈബ് മൂന്നാർ റിസോർട്ടിൽ നടക്കും. 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്ററും 7,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓപ്പൺ ലോൺ ഏരിയയും 300 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വധൂവരന്മാർക്കും ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മൂന്നാറിനെ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈബ് ഗ്രാപ്പ് 24, 25, 26 തീയതികളിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടത്തുന്നത്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആണ് വൈബ് മൂന്നാർ റിസോർട്ടിൽ സംഘടിപ്പിക്കുന്നത്. കേരളീയ ശൈലിയിലുള്ള സ്വീകരണ രീതിയും വിവാഹ ആചാരങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ നാടൻ അത്യാധുനിക ഭക്ഷണ വിഭവങ്ങളും. 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്ററും 7,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓപ്പൺ ലോൺ ഏരിയയും 300 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് ഏരിയയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വധൂവരന്മാർക്കും ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുവാനുള്ള സൗകര്യവും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ 2024-25 25ഓളം ബിഗ് വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നും പറയും. 3 ദിവസം മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വെഡ്ഡിങ്സ്, അതിനെയാണ് ഈ ബിഗ് വെഡ്ഡിങ്സ് എന്ന് പറയാം. അപ്പൊ ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെയുള്ള വലിയ ബിസിനസ്സുകാരൊക്കെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനുകളായിട്ട് ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഫിലിം സ്റ്റാർസ് മിലാനിൽ വെഡ്ഡിംഗ് നടത്തി, ടർക്കിയിൽ വെഡ്ഡിംഗ് നടത്തി, അതുപോലെ ബാക്കു അസർബൈജാനിൽ വെഡ്ഡിംഗ് നടത്തി, ദുബായിൽ വെഡ്ഡിംഗ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുതിയൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഒരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായിട്ട് കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ കേരള ടൂറിസത്തിന് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വൈബ് മൂന്നാർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രോപ്പർട്ടി, അതൊരു 5 സ്റ്റാർ ഡീലക്സ് റിസോർട്ടാണ്. ഓൺ ഹെലിപാഡുള്ള 100ഓളം റൂമുകളുള്ള, ഏറ്റവും വലിയ റൂഫ് ടോപ്പ് പൂളുള്ള, ഏറ്റവും വലിയ 6,000 സ്ക്വയർ ഫീറ്റിലുള്ള സ്പായുള്ള ഒരു വലിയ റിസോർട്ടാണ്. അതില് വേറൊരു പ്രത്യേകത കൂടി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ 4 റിസോർട്ടുകൾക്കാണ് ഹൈജീൻ സർട്ടിഫിക്കറ്റ് എക്സലന്റ് ഉള്ളത്. അതിൽ ഒരു റിസോർട്ടാണ് വൈബ് മൂന്നാർ റിസോർട്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വൈബ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജോളി ആന്റണി, മാനേജിംഗ് ഡയറക്ടർ ഷോജൻ കൗക്കാടൻ, ജനറൽ മാനേജർ ബേസിൽ യോയാക്കി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കേരളത്തിലാകമാനം ആഭ്യന്തര ടൂറിസം രംഗത്ത് വരുത്തിയ ഉണർവിന് KSRTCയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. ബജറ്റ് ടൂറിസം സെല്ലിന്റെ തൊടുപുഴയിലെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്നത് 2022 ജൂലൈ 10-ാം തീയതി വാഗമൺ ട്രിപ്പിലൂടെയാണ്. ട്രിപ്പുകളുടെ എണ്ണത്തിൽ ദ്രുതഗതിയിലുള്ള വർധനവ് 100ാമത്തെ ട്രിപ്പ് ആഘോഷമാക്കുവാൻ KSRTC തൊടുപുഴ ബജറ്റ് ടൂറിസം സെല്ലിന് പ്രചോദനമായി. പങ്കെടുത്ത യാത്രക്കാരെ ഉൾപ്പെടുത്തി ഫെബ്രുവരി മാസം 25-ന് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഒരു സൗഹൃദ ട്രിപ്പ് സംഘടിപ്പിക്കുകയാണ്. മുറ്റത്തെ മുല്ലയെ തേടി ഒരു യാത്ര എന്ന സന്ദേശവുമായി ഈ ആഘോഷ സംഘം പോകുന്നത് മലങ്കര ഡാം, ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് എന്നിവിടങ്ങളിലേക്കാണ്. അരുണരുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. വളരെ കുറഞ്ഞ ചെലവിൽ കേരളത്തിന്റെ ഓരോ കോണിലുമുള്ള വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കേരളത്തിലാകമാനം ആഭ്യന്തര ടൂറിസം രംഗത്ത് വരുത്തിയ ഉണർവിന് KSRTCയുടെ പങ്ക് ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞു. ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ തൊടുപുഴയിലെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്നത് 2022 ജൂലൈ 10-ാം തീയതി വാഗമൺ ട്രിപ്പിലൂടെയാണ്.
സംതൃപ്തരായ 4500ഓളം യാത്രക്കാരുടെ ഒരു ലോകം സൃഷ്ടിക്കുകയും വരുമാനത്തിൽ 30 ലക്ഷത്തിലേറെ രൂപ നേടിക്കൊടുക്കുകയും ചെയ്യാൻ തൊടുപുഴ യൂണിറ്റിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ട്രിപ്പുകളുടെ എണ്ണത്തിൽ ദ്രുതഗതിയിലുള്ള വർധനവ് 100ാമത്തെ ട്രിപ്പ് ആഘോഷമാക്കുവാൻ KSRTC തൊടുപുഴ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന് പ്രചോദനമായി മാറി. പങ്കെടുത്ത യാത്രക്കാരെ ഉൾപ്പെടുത്തി ഫെബ്രുവരി 25 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഒരു സൗഹൃദ ട്രിപ്പ് സംഘടിപ്പിക്കുകയാണ്. മുറ്റത്തെ മുല്ലയെ തേടി ഒരു യാത്ര എന്ന സന്ദേശവുമായി ഈ ആഘോഷ സംഘം പോകുന്നത് മലങ്കര ഡാം, ഇലവീഴ പൂഞ്ചിറ, ഇഞ്ചിക്കൽ കല്ല് എന്നിവിടങ്ങളിലേക്കാണ്. 25-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ലസ്റ്റർ ഓഫീസർ KP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഈ യാത്ര പാസഞ്ചേഴ്സ് കൾച്ചറൽ ഫോറത്തിന്റെ സഹകരണത്തോടെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതാണ്. ബഡ്ജറ്റ് ടൂറിസം സെല്ല് തൊടുപുഴ KSRTC ഡിപ്പോ ആരംഭിച്ചിട്ട് അതിൻ്റെ 100ാമത്തെ യാത്ര ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തൊടുപുഴയിൽ നിന്നും പുറപ്പെടുകയാണ്. ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെ തൊടുപുഴ DTO ശ്രീ രാധാകൃഷ്ണ സാറ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഈ യാത്ര ഇവിടുന്ന് മലങ്കര, ഇല്ലിക്കക്കല്ല്, ഇലവീഴ പൂഞ്ചിറ ഈ സ്ഥലങ്ങളിലാണ് പോകുന്നത്. KSRTCയെ സ്നേഹിക്കുന്ന ഒട്ടനവധി യാത്രക്കാരുടെ വളരെ സ്നേഹപൂർവമായ ഒരു സഹകരണം കൊണ്ടാണ് നമുക്ക് ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ തൊടുപുഴ BTCക്ക് 100ാമത്തെ ട്രിപ്പ് നടത്താൻ സാധിക്കുന്നത്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ BTC ടീമിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ മാർച്ച് 8 വനിതാ ദിനത്തിൽ വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ട് വനിതാ ഡ്രൈവറും കണ്ടക്ടറും കൂടി ഉൾപ്പെടുന്ന വനിതാ ടീം മൊത്തം വണ്ടർലായിക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. തൊടുപുഴ BTC ഒരു വൻ വിജയമായിട്ട് ഏകദേശം 33 ലക്ഷം രൂപ വരുമാനവും 4000ഓളം പേരുടെ യാത്രയും ഇതുവരെ പൂർത്തിയായി. തുടർന്ന് KSRTCയുടെ നെഫർട്ടിറ്റി എന്ന് പറയുന്ന ഷിപ്പിലെ യാത്ര അടുത്ത മാസമുണ്ട്. കൂടാതെ എല്ലാ ട്രിപ്പും ഫുള്ളായിട്ട് പോകുന്ന ഗവി യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മാസത്തിൽ 2 ദിവസം വീതം ഗവിയുണ്ട്. ഈ യാത്ര കൂടാതെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മാർച്ച് 8 വനിതാ ദിനം ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഈ വനിതാ ദിനത്തിൽ വനിതകൾക്ക് മാത്രമായി വനിതകളുടെ ഒരു ഉല്ലാസയാത്ര വണ്ടർലയിലേക്ക് സംഘടിപ്പിക്കുകയാണ്. മാർച്ച് 8 രാവിലെ 7:30 തൊടുപുഴയിൽ നിന്നും വണ്ടർലയിലേക്ക് പോകുന്നത്. സാധാരണ ദിവസങ്ങളിലുള്ളതിന്റെ 50% ഇളവ് വണ്ടർല ഈ പ്രോഗ്രാമിന് നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പുതുമ നിറഞ്ഞ ഈ വനിതാ ദിനാഘോഷത്തിന് ലഭിക്കുന്ന പിന്തുണ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന് അഭിമാനമാണ്. സ്ത്രീ സൗഹൃദ ലോകം സൃഷ്ടിക്കുന്നതിൽ KSRTC ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ രാവിലെ 9:30 മുതൽ 4:30 വരെയുള്ള സമയങ്ങളിൽ തൊടുപുഴ ഡിപ്പോയിൽ ആധാർ കാർഡ് സഹിതമെത്തി സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 1255 രൂപയാണ് ചാർജ്. ഭക്ഷണത്തിനും മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കുമുള്ള ചെലവുകൾ സ്വയം വഹിക്കേണ്ടതാണ്. എന്തായാലും ബഡ്ജറ്റ് ടൂറിസം KSRTCക്ക് ഉണർവ് പകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളന്തേശം ബ്ലോക്ക് തല പേരന്റിംഗ് ക്ലിനിക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പ് ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും കോർപ്പറേഷനുകളിലും പേരന്റിംഗ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപൂർണ്ണമായ രക്ഷാകർതൃത്വം സംബന്ധിച്ച് മാതാപിതാക്കൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും പേരന്റിംഗിൽ ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് പേരന്റിംഗ് ക്ലിനിക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുട്ടികളിലുണ്ടാകുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ, പഠന വൈകല്യങ്ങൾ എന്നിവ പരിഹരിക്കാൻ സഹായിക്കുകയും ആവശ്യമെങ്കിൽ റഫറൽ സേവനങ്ങളും നൽകി വരുന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളിൽ ഉള്ളവർക്കാണ് പേരന്റിംഗ് ക്ലിനിക് സേവനങ്ങൾ ലഭ്യമാകുന്നത്. ബ്ലോക്കിലെ പുതുതായി സജ്ജീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന പേരന്റിംഗ് ക്ലിനിക് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലാകമാനം ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് ആത്മഹത്യയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരമുള്ള കലഹമായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പത്രങ്ങളിലൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഈ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടില്ലേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികളുമായുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നങ്ങൾ, പീഡനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി അനവധിയായ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. ആ സമൂഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രതിവിധി എന്ന നിലയിൽ ഒരു ചെറിയ കൈത്താങ്ങ് കൊടുക്കുക എന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൗൺസിലർമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ അത് സൂചിപ്പിച്ച പോലെ ഈ ബാല്യ
കുട്ടികളെ ഏറ്റവും നന്നായി അല്ലെങ്കിൽ കൗമാരക്കാരെ ഒക്കെ ഏറ്റവും നന്നായി അടുത്തറിയുന്നത് ബന്ധപ്പെട്ട അംഗൻവാടി ടീച്ചേഴ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. തീർച്ചയായിട്ടും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും അത് വേണ്ട തരത്തിൽ അവർക്ക് യഥാസമയത്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ പല ആളുകളെയും നമുക്ക് ഇതിൽ രക്ഷിക്കാനായിട്ട് സാധിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BDO അജയ് സ്വാഗതം ആശംസിച്ചു. ഇളംദേശം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആൻസി സോജൻ, മെമ്പർമാരായ ഡാനിമോൾ വർഗീസ്, ഷൈനി സന്തോഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. CDPO ജാനറ്റ് M. സേവ്യർ വിഷയാവതരണം നടത്തി. ICDS സൂപ്പർവൈസർ ജൂലി M. ജോസഫ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇളംദേശം. ചങ്ങാതിക്കൂട്ടം സൗഹൃദ കൂട്ടായ്മ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 25-ന് തൊടുപുഴ മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് സൗഹൃദ സ്പർശം മീറ്റപ്പ് 2024 സംഘടിപ്പിക്കും. MLA PJ ജോസഫ് പൊതുയോഗത്തിന്റെയും തൊടുപുഴ SHO മഹേഷ് കുമാർ രക്തദാനത്തിന്റെയും BIRK ഹെയർ ബാങ്ക് ചീഫ് റസീന അസീസ് ഹെയർ ഡൊണേഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ഇതിനു മുന്നോടിയായി 120 രൂപ നിരക്കിൽ ബിരിയാണി ചലഞ്ച് നടത്തുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അല്ലസർ മെഡിക്കൽ കോളേജിന്റെയും ചാഴികാട്ട് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ചങ്ങാതിക്കൂട്ടം സൗഹൃദ കൂട്ടായ്മ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 25-ന് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഹൃദയസ്പർശം മീറ്റപ്പ് 2024 നടത്തുന്നത്. PJ ജോസഫ് MLA പൊതുയോഗത്തിന്റെയും തൊടുപുഴ SHO മഹേഷ് കുമാർ രക്തദാനത്തിന്റെയും BIRK ഹെയർ ബാങ്ക് ചീഫ് റസീന അസീസ് ഹെയർ ഡൊണേഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിക്കും. ചാഴികാട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ CS സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തും. ഇതിന് മുന്നോടിയായി 150 രൂപ നിരക്കിൽ ബിരിയാണി ചലഞ്ച് നടത്തുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ള സ്ത്രീ പുരുഷന്മാർ ഇതിൽ അംഗങ്ങളാണ്. ഇതിന്റെ ആസ്ഥാനം കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളതിനാൽ തൊടുപുഴയാണ് ആസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, ആസ്ഥാനമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇടയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ചികിത്സാ ചെലവ് കൊടുക്കുക, അതുപോലെ മറ്റ് തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ചില വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ഉൾപ്പെടെയാണ് ഇതിൻ്റെ പ്രധാന പ്രോഗ്രാമുകൾ. ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി മാസം 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു സംഗമം, ഹൃദയസ്പർശം എന്നാണ് ആ സംഗമത്തിൻ്റെ പേര്. ബഹുമാനപ്പെട്ട തൊടുപുഴ നഗരസഭ ചെയർമാൻ ശ്രീ സനീഷ് ജോർജ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട തൊടുപുഴ MLA ശ്രീ PJ ജോസഫ് അവറുകളാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. രക്തദാന ബോധവൽക്കരണ സെമിനാറും ഇതോടൊപ്പം സംഘടിപ്പിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിജു അൻസാരി, ശശിധരൻ, ജോബി, ജിഷ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയിലെ മുതലക്കോടം പ്രദേശത്തെ റോഡ് താറുമാറായി ജനജീവിതം ദുസ്സഹമായി എന്നാരോപിച്ച് UDF നഗരസഭയുടെ മുൻപിൽ നടത്തിയ സമരം തികച്ചും അപഹാസ്യമാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്. തൊടുപുഴ നഗരസഭയിലെ ഏകദേശം റോഡിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു വരികയാണ്. കുമ്മങ്കല്ല് മേഖലയിലാണെങ്കിൽ കൊലാനി മേഖലയിൽ പണി പൂർത്തീകരിച്ചു, മണക്കാട് മേഖലയിൽ, വെങ്ങല്ലൂർ മേഖലയിൽ എല്ലാം പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ അവരവരുടെ വാർഡിലേക്ക് അനുവദിക്കുന്ന തുക അവർക്കിഷ്ടമുള്ള പ്രദേശത്ത് കൊണ്ട് ചെലവഴിച്ചിട്ട് നഗരസഭയുടെ മുന്നിൽ വന്ന് ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണെന്ന് പറയുന്നതിൽ യാതൊരു മാനദണ്ഡവുമില്ല. ബഹുമാനായ MLA ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, നഗരസഭയിലെ വിവിധ റോഡുകൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. 23-ാം വാർഡിലും 8-ാം വാർഡിലും 15-ാം വാർഡിലും 35-ാം വാർഡിലും ഉൾപ്പെടെ പല മേഖലകളിൽ അദ്ദേഹം പണം അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് UDFൻ്റെ ഒരു കൗൺസിലർ പ്രതിദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ പ്രതിദാനം ചെയ്യുന്ന 10-ാം വാർഡിന് മാത്രം പണം അനുവദിക്കാത്തത്? ഇത്രയും UDFൻ്റെ അംഗങ്ങളുള്ള, ഇത്രയും UDFകാരുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രദാനം ചെയ്യുന്ന മേഖലയാണെന്ന് അവർ അവകാശപ്പെടുന്ന ഈ പുതുച്ചിറ മുതൽ മുതലക്കോടം വരെയുള്ള റോഡിൽ എന്തുകൊണ്ടാണ് MLAയും MPയും അല്ലെങ്കിൽ ആ വാർഡ് കൗൺസിലറും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പണം വയ്ക്കാത്തത്? നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്നാണ് അവിടെ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്തുകൊണ്ടാണ് നഗരസഭയുടെ കെടുകാര്യസ്ഥത. ഞാനും ഒരു വാർഡിലെ പ്രതികരിച്ച് വന്ന ആളാണ്. എനിക്കും കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മോശമായ റോഡാണ് ആദ്യം പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ എടുക്കുന്നത്. അവിടെ വാർഡ് സഭകളിൽ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള റോഡാണ്. എന്തുകൊണ്ട് ആ വഴി ചെയ്തില്ല? 9-ാം വാർഡിലെ 2 റോഡുകളാണ് ഭാഗികമായി തകർന്നു കിടക്കുന്നത്. അതിൽ കൃഷ്ണപിള്ള റോഡിൻ്റെ പണി ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ തീർത്തും മോശമായി കിടക്കുന്ന മടത്തിക്കണ്ടം മുതൽ മുതലക്കോടം വരെയുള്ള ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ പോകുന്ന റോഡിൻ്റെ വർക്ക് തൊട്ട് അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അടുത്ത
ദിവസം തന്നെ വർക്ക് ആരംഭിക്കും. അപ്പോൾ തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഈ ഭരണസമിതിയെ താഴ്ത്തി കാണിക്കുകയാണ്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നയം കാണിച്ചിട്ട് ഭരണസമിതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ നഗരസഭയുടെ 35 വാർഡിലെ കൗൺസിലർമാർ ഇവിടെ ഒന്ന് സമരം ചെയ്യണ്ടേ? ഈ 34 വാർഡിലും ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഒരു വാർഡിൽ മാത്രമായിട്ട് വരുന്നത്? അപ്പോൾ ആ പ്രദേശവാസികൾ നഗരസഭയുടെ കെടുകാര്യസ്ഥയാണ്. എന്തുകൊണ്ടാണ് നഗരസഭയുടെ കെടുകാര്യസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർഡിലേക്ക് അനുവദിക്കുന്ന ഫണ്ട് അത് ഏറ്റവും മോശമായി കിടക്കുന്ന റോഡിലേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ MLA ഉണ്ട് ഇവിടെ. MLA സമീപിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെ അദ്ദേഹം ഇവിടെ ലക്ഷക്കണക്കിന് പണം അനുവദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ ആ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവേചനവും നഗരസഭ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെറ്റ്സുകളെ വളർത്തണമെന്നുണ്ടോ? എങ്കിൽ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലെ ലൈവ് മാർട്ട് അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പിലേക്ക് വരൂ. ഈ പെറ്റ് ഷോപ്പിൽ വ്യത്യസ്ത ഇനങ്ങളിലുള്ള പക്ഷി, മൃഗങ്ങൾ, മത്സ്യങ്ങൾ എന്നിവയെ ലഭിക്കും. അരുൺ എഴുക്കുള തയ്യാറാക്കിയ റിപ്പോർട്ട്. കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ലൈവ് മാർട്ട് അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പ് വ്യത്യസ്ത ഇനങ്ങളിലുള്ള പക്ഷിമൃഗാദികളെ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. എല്ലാവിധ ജീവജാലങ്ങളും മത്സ്യങ്ങളും ഇവിടെയുണ്ട്. താറാവ്, കോഴി, കരിങ്കോഴി, വാത്ത, ടർക്കിക്കോഴി, മുയൽ, ഗിനിപ്പന്നി, പ്രാവുകൾ, ലവ് ബേർഡ്സ്, മുന്തിയ ഇനം നായകൾ, പൂച്ചകൾ, മത്സ്യങ്ങൾ എന്നിവയും പക്ഷികൾക്കുള്ള കൂടുകൾ, അക്വേറിയം, അതിനോടനുബന്ധിച്ചുള്ള സാമഗ്രികൾ, വിവിധയിനം മത്സ്യത്തീറ്റകൾ, വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റകൾ എന്നിവ ഇവിടെ ലഭിക്കും. ഓരോ ഇനങ്ങളെയും വേർതിരിച്ച് ഉപയോക്താക്കൾക്ക് സൗകര്യപ്രദമായ വിധം തിരഞ്ഞെടുക്കുവാൻ പാകത്തിന് 3 നിലകളിലായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാവിധ ജീവജാലങ്ങളും മത്സ്യങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സമീപിക്കാവുന്നതാണ്. ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെ തൂക്കത്തിനും എടുക്കും. ലൈവ് മാർട്ട് പെറ്റ് ഷോപ്പ് കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ തൊടുപുഴയിലാണ് പ്രവർത്തിക്കുന്നത്. 8 വർഷത്തോളമായിട്ട് ഇത് പ്രവർത്തിച്ചു വരുന്നു. കടയിൽ നാടൻ കോഴി, കരിങ്കോഴി, റെയിൻബോ റൂസ്റ്റർ, ഗിരിരാജ, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ എന്നീ കോഴികളും, മണിത്താറാവ്, നാടൻ താറാവ്, വീഗോവ എന്നിവയും, മുയൽ, പ്രാവ്, ടർക്കിക്കോഴി, ഗിനി, ലവ് ബേഡ്സ്, പിഞ്ചസ്, ലവ് ബേഡ്സ് കേജുകൾ, ഡോഗ്, പേർഷ്യൻ ക്യാറ്റ്, ഇവിടെ ഫുഡുകളും തീറ്റ, ബാക്കി എല്ലാം പ്ലാന്റുകളും അക്വേറിയവും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പുതിയതായിട്ട് വളർത്തു മീനുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ സിലോപ്പിയ, നട്ടർ, വരാൽ, പലതരം മീനുകൾ ഇവിടെയുണ്ട്. ഇനി കൃഷിക്കാരിൽ നിന്നും കൂടുതൽ മീനുകൾ ശേഖരിച്ച് വിൽപ്പനയ്ക്ക് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഇന്നവേറ്റീവ് ക്വിസ് മത്സരവും സെമിനാറും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അജി MS പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. VHSE തൃശൂർ മേഖലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഇന്നവേറ്റീവ് ക്വിസ് മത്സരവും സെമിനാറും സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ അജി MS പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ തലത്തിൽ ഫസ്റ്റ് മേടിച്ച വിജയികളായി വന്ന് ഇവിടെ നിന്ന് റീജിയണൽ തലത്തിലേക്ക് ഫസ്റ്റ് പ്രൈസ് മേടിച്ച് ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസുകൾക്ക് അർഹരാവേണ്ട കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കരിയർ ഗൈഡൻസ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ ബിൻസാറിൻ്റെ നേതൃത്വത്തിൽ അതിമനോഹരമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കരിയർ ഗൈഡൻസിൻ്റെ മാസ്റ്റർ ഇന്ന് ഓൾറെഡി ഒരു ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് സന്തോഷ് സാറ്. നമ്മുടെ സ്കൂളിലും
ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതിനെ പേരിൽ നടത്തുന്നതിന് പ്രത്യേകിച്ച് ഈ കരിയർ ഗൈഡൻസ് സെല്ലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ ബിനു സി നായർ, കരിയർ മാസ്റ്റർ പുഷ്പലത എന്നിവർ പ്രസംഗിച്ചു. ക്വിസ് മത്സരത്തിന് ശേഷം ഡോക്ടർ സാബു കേരളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയം സംബന്ധിച്ച് ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഭിന്നശേഷിക്കാരിയായ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. മാങ്കുളംകുടി നിവാസിയായ സണ്ണിയെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 19-നായിരുന്നു സംഭവം. കഴിഞ്ഞ 19-നായിരുന്നു സംഭവം. മാതാപിതാക്കളില്ലാത്ത പെൺകുട്ടി വല്യമ്മയ്ക്ക് ഒപ്പമാണ് താമസിച്ചിരുന്നത്. ജന്മന ബധിരയും മൂകയുമായാണ് കുട്ടി. അതുകൊണ്ട് തന്നെ വല്യമ്മ കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വിടാതെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് പതിവ്. സണ്ണി പലപ്പോഴും വീട്ടിലെത്തി വല്യമ്മയുമായി അടുക്കുകയും കുട്ടിയുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് മുതലാക്കി കഴിഞ്ഞ 19-ന് വീട്ടിലെത്തിയ പ്രതി കുട്ടിയെ സമീപത്തെ കാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. കുട്ടി കാട്ടിൽ നിന്നും വരുന്ന അമ്മയുടെ സഹോദരി കണ്ടതോടെയാണ് സംഭവം പുറത്തായത്. ഇതോടെ പ്രതി ഒളിവിൽ പോയി. ബുധനാഴ്ച രാത്രിയോടെയാണ് പ്രതി സണ്ണിയെ മൂന്നാർ CI രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ SI അജീഷ്, ശിവപ്രസാദ്, സജിയം ജോസ്, സക്കീർ ഹുസൈൻ, ജോമി, ഷിജു, ശ്യാമേഷ് എന്നിവരടങ്ങുന്ന സംഘം പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ചിന്നക്കനാൽ വില്ലേജിലെ 7-8 ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന 364.89 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം ഇറങ്ങി 5 മാസം പിന്നിടുമ്പോഴും വിജ്ഞാപനം സർക്കാർ ഇതുവരെ റദ്ദാക്കിയില്ലെന്ന് വിവരാവകാശ രേഖ. പുതിയ സംരക്ഷിത വനം ഉണ്ടാകില്ലെന്ന് സർക്കാരും ഭരണകക്ഷി നേതാക്കളും പറയുമ്പോഴും വിജ്ഞാപനം റദ്ദു ചെയ്യാനുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വിജ്ഞാപനം മരവിപ്പിച്ചെന്നായിരുന്നു നേരത്തെ വനം മന്ത്രി പറഞ്ഞത്. എന്നാൽ തുടർ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് വനം വന്യജീവി വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിലുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 20-നാണ് ചിന്നക്കനാൽ റിസർവ് എന്ന പേരിൽ പുതിയ സംരക്ഷിത വനം പ്രഖ്യാപിച്ച സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയത്. ദേവികുളം RDOയെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിക്കുകയും ചെയ്തിരുന്നു. സ്ഥലപരിശോധന, പരാതികളിൽ അന്തിമ തീരുമാനം, കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി, നഷ്ടപരിഹാരം തുടങ്ങിയ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പദ്ധതി രൂപരേഖ മൂന്നാർ DFO, ദേവികുളം RDO എന്നിവർക്ക് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നവംബറിൽ കൈമാറി. 1961 വനനിയമത്തിലെ സെക്ഷൻ 4 പ്രകാരമാണ് ബ്ലോക്ക് 7-ലെ 83.32 ഹെക്ടർ സ്ഥലവും ബ്ലോക്ക് 8-ലെ 281.57 ഹെക്ടർ സ്ഥലവും സംരക്ഷിത വനമായി വിജ്ഞാപനമിറങ്ങിയത്. ആനയിറങ്കൽ ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശം കൂടി ഉൾപ്പെടുന്ന ഈ സ്ഥലത്ത് കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളും അധിവസിക്കുന്നുണ്ടെന്ന് കാട്ടിയാണ് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചതെന്നുമായിരുന്നു വനംവകുപ്പിന്റെ വാദം. നവകേരള സദസ്സ് ജില്ലയിലെത്തുന്നതിന് തൊട്ടുമുമ്പ് ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ വിജ്ഞാപനം മരവിപ്പിച്ചെന്ന് പറഞ്ഞ് മന്ത്രിയും സർക്കാരും തലയൂരുകയായിരുന്നുവെന്നും രാജ്യാന്തര വനവൽക്കരണ പദ്ധതിയായ HRML നിർത്തിവെച്ചെന്ന് പറഞ്ഞ ഇടതുപക്ഷം വിദേശ ഫണ്ട് സ്വീകരിച്ച് വനവിസ്തൃതി വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് നിലവിൽ ഉയരുന്ന ആക്ഷേപം. 25,000 ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റാൻ നീക്കം നടത്തുന്നുവെന്ന് പ്രചരണം നടത്തിയ ഇടതുപക്ഷം തന്നെ ജില്ലയിലെ ചെങ്കുളത്ത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചു. അതിനുശേഷം ചിന്നക്കനാല് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചു. വനവിസ്തൃതി കൂടുന്നതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. IHMR പദ്ധതിക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തിയതിനെ ചെറുത്തു തോൽപ്പിച്ചുവെന്ന് അവകാശപ്പെട്ട ഇടതുപക്ഷമാണ് 12 കോടി രൂപ അന്താരാഷ്ട്ര വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായ HRML പദ്ധതിക്ക് വേണ്ടി കൈപ്പറ്റിയിരിക്കുന്നത്. വന്യജീവി ശല്യം മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ചിന്നക്കനാൽ സംരക്ഷിത വനവിജ്ഞാപനം റദ്ദു ചെയ്ത് പുനർവിജ്ഞാപനമിറക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകളുടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ ആദ്യ നേച്ചേഴ്സ് ഫ്രഷ് അഗ്രി കിയോസ്കസിന്റെ പ്രവർത്തനം ഇന്നു മുതൽ വെള്ളത്തുവൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. സംഘകൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് ലഭ്യമാകുന്ന പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയോടൊപ്പം കുടുംബശ്രീ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന പാൽ, മുട്ട, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും കിയോസ്കിൽ ലഭ്യമാകും. കിയോസ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2 ലക്ഷം രൂപ വീതം ജില്ലയിലെ 8 ബ്ലോക്കുകളിലെയും ഓരോ CDSകൾക്ക് വീതം കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവദിച്ചിട്ടുണ്ട്. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വെജിറ്റബിൾ കിയോസ്ക് ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസ് നിർവഹിച്ചു. നടത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നതുകൊണ്ട് പലരും
നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു സംരംഭം തുടങ്ങാനായിട്ടുള്ള വിമുഖത കാണിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഇങ്ങനെയൊരു ഔട്ട്ലെറ്റ് ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 250 ഗ്രാം സാധനമാണെങ്കിലും നമ്മൾ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഫ്രഷായിട്ട് സാധനങ്ങൾ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ നിവാസികൾക്കും വിഷരഹിതമായ പച്ചക്കറികൾ ഇവിടുന്ന് വാങ്ങുകയൊക്കെ ചെയ്യാം. CDS ചെയർപേഴ്സൺ സ്മിത സാബു സ്വാഗതം ആശംസിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആശാ മോൾ VM പദ്ധതി വിശദീകരിച്ചു. ആദ്യ വിൽപ്പന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ജോൺസൺ വാർഡ് മെമ്പർ AN സജികുമാറിന് നൽകി. പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ, മെമ്പർ, സെക്രട്ടറി, വൈസ് ചെയർപേഴ്സൺ ജനിത രതീഷ്, CDS ADS മെമ്പർമാർ, ജില്ലാ പ്രോഗ്രാം മാനേജർ സേതുലക്ഷ്മി, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ അഞ്ജു, അബിത, CDS അക്കൗണ്ടന്റ് സുനിത, അഗ്രി CRP ഗ്രേസി തങ്കച്ചൻ, AH CRPമാരായ ജിഷ ജോസഫ്, റൂബി രാജൻ, RKIEDP മെന്റർ ദീപ, MECമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാരിയിൽ കലുങ്ക് കാഞ്ഞിരമറ്റം പാലം ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ട്രാക്കിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഡോക്ടർ ജോസ് ചാഴികാട്ട്, അഡ്വക്കേറ്റ് KT തോമസ് എന്നിവർ ധർണ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും തൊടുപുഴ അഹല്യ ഐ ഫൗണ്ടേഷന്റെയും കൊടക് ലൈഫ് ഇന്ത്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡിംഗ് 24, 25, 26 തീയതികളിൽ വൈബ് മൂന്നാർ റിസോർട്ടിൽ നടക്കും. 7000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓപ്പൺ ലോൺ ഏരിയയും 300 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇളന്തേശം ബ്ലോക്ക് തല പേരന്റ് ക്ലിനിക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് ഹാളിൽ നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. ചങ്ങാതിക്കൂട്ടം സൗഹൃദ കൂട്ടായ്മ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 25-ന് തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഹൃദയസ്പർശം മീറ്റപ്പ് 2024 സംഘടിപ്പിക്കും. MLA PJ ജോസഫ് പൊതുയോഗത്തിന്റെയും തൊടുപുഴ SHO മഹേഷ് കുമാർ രക്തദാനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.